ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് 3 ഡൊമൈൻ സിസ്റ്റംസ്, ഡൊമൈൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടായിരുന്നു. 2 കിങ്ഡം, 3 കിങ്ഡം, 5 കിങ്ഡം. അപ്പം അത് കാണാത്തവർ അത് ഒന്ന് കണ്ടിട്ട് വേണം ഈ ഒരു സെക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഡൊമൈൻ എന്ന് പറയുമ്പോഴേ എന്താ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഡൊമൈൻ? ഇത് നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് ഒക്കെ നിങ്ങൾക്ക് കുറെ അറിയായിരിക്കും. നിങ്ങൾ +1-ലും +2-ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഡൊമൈൻ എവിടെ വരും, ഏത് ഭാഗത്തായിട്ട് വരും? ആ, കിങ്ഡം എന്ന് പറയുന്ന ഒരു ടാക്സ് കേട്ടിട്ടുണ്ടല്ലോ. കിങ്ഡത്തിന്റെ മുകളിലായിട്ട് വരും ഡൊമൈൻ. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഡിഫറെന്റ് ടാക്സോണമിക്കൽ കാറ്റഗറീസ് വരുന്നത്. ഏറ്റവും ടോപ്പിൽ ഡൊമൈൻ വരും, പിന്നെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പോൾ ഇത് നോക്കുമ്പോഴേ ആദ്യം ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ, പിന്നെ അതിൽ നിന്ന് ഒത്തിരി കൂടെ ഒന്ന് ചുരുക്കിയിട്ട്, പിന്നെ അതിൽ നിന്ന് വീണ്ടും ചുരുക്കി. ഈ ചുരുക്കുക എന്ന് പറയുമ്പോൾ എന്തോന്ന് മനസ്സിലായോ? ഇതിനകത്ത് ഭയങ്കര ഡൈവേഴ്സിറ്റി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരേ പോണക്കൊക്കെ ഇരിക്കുന്ന കുറച്ച് പേരെ ചേർത്തിട്ട് അടുത്തത്, അതിൽ നിന്ന് ഏറ്റവും ക്ലോസ് ആയിട്ടൊക്കെ തോന്നുന്നവരെ അടുത്ത. എന്നാലും ഇതിനകത്ത് ഓരോ ഡൈവേഴ്സിറ്റി, ഒത്തിരിയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് കാണും. അതിൽ നിന്ന് പിന്നെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ളതിനെ പിടിച്ച് അടുത്തത്, പിന്നെ അതിൽ നിന്നും പിന്നെ ഒരേ പോണൊക്കെ ക്യാരക്ടേഴ്സ് ഉള്ളത് അടുത്തത്, അങ്ങനെ 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 കൊണ്ടുവരുമ്പോൾ ഏറ്റവും ലോവർ മോസ്റ്റ് ടാക്സയിൽ വരുമ്പോഴത്തേക്ക് ഒരേപോലെ ഇരിക്കുന്നവരായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് വേൾഡ്, നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, കസ്റ്റംസ് അല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യ എടുക്കാം. ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരെന്തൊക്കെയോ ചില ആട്രിബ്യൂട്ട്സിൽ അവർ ഒരേ പോണക്കാണ് അല്ലേ, ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ കേരളം എടുക്കാം. കേരള വരുമ്പോഴത്തേക്ക് വീണ്ടും കുറേ കൂടെ സാമ്യതകളുണ്ട്. അടുത്ത ഒരു സ്റ്റെപ്പ്, ഇതിനെയൊക്കെ നമുക്ക് ടാക്സ് എന്ന് പറയാം. കേരളം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോരോ ജില്ലകൾ, ഇപ്പം ഞാനിവിടെ നമ്മുടെ കൊല്ലം ആയതുകൊണ്ട് കൊല്ലം എടുത്തു. കൊല്ലം, പിന്നെ അവിടുത്തെ നമ്മുടെ ആ ലൊക്കാലിറ്റി, പിന്നെ നിങ്ങളുടെ ഹൗസ് അല്ലേ. അങ്ങനെ നോക്കിക്കേ, ഇവിടെ ഭയങ്കര വൈവിധ്യമായിരിക്കും. അവിടുന്ന് കുറച്ച് എന്തൊക്കെയോ സിമിലാരിറ്റി ബേസ് അടുത്തതിൽ വന്നു. പിന്നെ ഇത്തിരി കൂടെ സിമിലാരിറ്റീസ് ഉള്ളത് അടുത്തൊരു ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ സൈസും കുറയുന്നുണ്ട്, കണ്ട. ഇത് ഏറ്റവും ഭയങ്കര വലിപ്പമുള്ളൊരു ഗ്രൂപ്പ് അല്ലേ. പിന്നെ ഇത് കുറഞ്ഞു, പിന്നെ അതിലും കുറഞ്ഞു, കുറഞ്ഞ് ഏറ്റവും ലോമോസ് വരുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിന്റെ സൈസും കുറവാണ്. അതിനകത്തുള്ള ആൾക്കാർ ഒരേ ഗുണക്കുള്ളവരായിരിക്കും. അപ്പം ഇതാണ് കാറ്റഗറീസ്. ടാക്സോണമിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ ഒരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് അതിനകത്ത് കറക്റ്റായിട്ട് കൊണ്ടുവച്ചു നെയിം ചെയ്തെല്ലാം വരുന്നത്, മൊത്തം തിയറി, പ്രാക്ടീസ് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോ ഓർഗാനിസം അടുത്ത ഓർഗാനിസം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ അറിഞ്ഞ് അതിനെ ഓർഡറായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയും. എന്നിട്ട് അതിനെ കറക്റ്റ് ടാക്സയിൽ കൊണ്ട് വെക്കുന്നതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡൊമൈൻസിനെ കുറിച്ച് പറയാം. ഡൊമൈൻ എന്ന് പറയുമ്പോൾ പൊസിഷൻ എവിടെയാണ് വരുന്നത്? കിങ്ഡം എന്ന് പറയുന്ന ടാക്സയുടെ മുകളിലായിട്ട് വരും. ഇറ്റ് ഈസ് പ്ലേസ്ഡ് എബവ് കിങ്ഡം. ഇനിയിപ്പോൾ ആരാണ് ഹൂ ഇൻട്രൊഡ്യൂസ് ദാറ്റ് ടേം കിങ്ഡം എന്ന് പറയുന്നത്? കാൾ വോയ്സ് എന്ന് പറയുന്ന ടാക്സോണമിസ്റ്റ് ആണ് ആ ഒരു ടേം കൊണ്ടുവന്നത് 1990. ഓക്കെ, എത്ര ഡൊമൈൻസ് ആണുള്ളത്? 3 ഡൊമൈൻസ് ആണുള്ളത്. ഏതൊക്കെയാ? ബാക്ടീരിയ, ആർക്കെ ആൻഡ് യൂക്കാരിയ. അതിൽ ഈ ബാക്ടീരിയ ആൻഡ് ആർക്കെ, ഇത് രണ്ടിലും വരുന്നത് പ്രോ കാരിയോട്സ് ആണ്. പ്രോ കാരിയോട്സ് എന്താണെന്ന് ഇനി ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. പ്രോ കാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡിഫറൻസ് എന്തുവാ? മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തവരാണല്ലോ പ്രോ കാരിയോട്സ്. ഓക്കെ, ഇനി ഈ ബാക്ടീരിയയും ആർക്കയും തമ്മിലുള്ള ഡൊമൈൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനകത്ത് വരുന്ന ആൾക്കാർ ഏതൊക്കെയാണ്? ബാക്ടീരിയ എന്ന് പറയുന്ന ഡൊമൈനിൽ വരുന്നത് പ്രോകാരിയോട്സ് ആണ്, ബട്ട് ദേ ആർ പ്രിമിറ്റീവ് ആണ്. അതേപോണക്ക് ദേ ആർ സ്മോൾ ആണ്. അവരുടെ സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കേൻ ഉണ്ട്. ഇനി ഈ പെപ്റ്റിഡോഗ്ലൈക്കേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തുവാ? പെപ്റ്റിഡോഗ്ലൈക്കേൻ, ഇതിനെ വേറൊരു പേരുണ്ട്, മ്യൂറൈൻ എന്ന് പറയും. ഈ പെപ്റ്റിഡോഗ്ലൈക്കേൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ്. പോളിസാക്രൈഡ് ആണ്.
പോളിസാക്കറൈഡ് എന്തോ ഇനി പോളിസാക്കറൈഡ് എന്ന് പറയുമ്പോൾ എന്തുവാ 10ൽ കൂടുതൽ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് പോളിസാക്കറൈഡ്. അതൊക്കെ പോട്ടെ, അത് നമ്മുടെ ടോപ്പിക് അല്ല. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന പോളിസാക്കറൈഡ് സെൽവാളിലുള്ള ചെറിയ പ്രിമിറ്റീവ് ടൈപ്പ് പ്രോക്യാരിയോട്സ് ആണ് ബാക്ടീരിയയിൽ വരുന്നത്. ഇനി ആർക്കയിൽ വരുന്നതോ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോക്യാരിയോട്സ് ആണ്. ഇതിന് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് യൂക്യാരിയോട്സുമായിട്ട്. അതേപോലെ ഇവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല സെൽവാളിൽ. അപ്പോൾ ഇത് രണ്ടിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമ്മൾ ടാക്സോണമിക്കൽ ഹൈറാർക്കിയിലേക്ക് വരുവാണ്. ഹൈറാർക്കി എന്ന് പറയുമ്പം നമ്മുടെ ഏതാണ് ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ആ ഒരു സംഭവം. അപ്പോൾ അത് ഇങ്ങനെ ഓർഡറിൽ ഓർത്തിരിക്കാൻ പറ്റാത്തവർക്ക് ഞാനൊരു കോഡ് പറഞ്ഞു തരാം. ദി കേരള പോലീസ് കോൺസ്റ്റബിൾ ഫോറസ്റ്റിൽ പോയി ജനറൽ സയൻസ് പഠിക്കാൻ. ഡി എന്ന് പറയുമ്പോൾ ഡൊമൈൻ, കെ എന്ന് പറയുമ്പോൾ കിങ്ഡം, പി ഫൈലം, സി എന്ന് പറയുന്ന ക്ലാസ്, ഓർഡർ, എഫ് ഫാമിലി, ജി ജീനസ്, എസ് ഫോർ സ്പീഷീസ്. അപ്പോൾ അത് ഓർഡറിൽ ഓർത്തിരിക്കാൻ. ദി കേരള പോലീസ് കോൺസ്റ്റബിൾ ഫോറസ്റ്റിൽ പോയി ജനറൽ സയൻസ് പഠിക്കാൻ. ഓക്കെ ഓക്കെ, അതോടെ പോട്ടെ. അപ്പോൾ ആ ഹൈറാർക്കിയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. ഈ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്തുവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോണക്ക് വേൾഡ്, ഇന്ത്യ, കേരള, കൊല്ലം, ലൊക്കാലിറ്റി, ഹൗസ്, ആ ഒരു ലെവലില് നമ്മൾ ഗ്രേഡ് ചെയ്യാണ് മൊത്ത ബയോഡൈവേഴ്സിറ്റിയെ. ഓർഗാനിസംസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഗ്രേഡ് ചെയ്യാണ്. ഒരു സീക്വൻസ് ഓഫ് ക്ലാസ്സിൽ ഗ്രേഡ് ചെയ്യുന്നതിനെയാണ് ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പം ഈ മെയിൻ ക്ലാസ്സുകൾക്കെല്ലാം സബ് ക്ലാസ്സുകൾ വരും. അത് ഞാൻ ഇനി വരുന്ന ഭാഗത്ത് പറയാം. ഈ ഏറ്റവും ലോവർ മോസ്റ്റ് കാറ്റഗറി, അതിൽ മാത്രം സബ് ക്ലാസ് അങ്ങനെ വരാറില്ല. എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതാണ് ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഗ്രേഡ്സ് ഓഫ് സ്റ്റാറ്റസ് ആണ്, റാങ്കിങ് ഉണ്ടോ, വൺ എബവ് ദി അതർ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ കൺവീനിയൻസ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസംസ്. ഓക്കെ, നമ്മൾക്ക് ഇനി ലിനേൻസ് ഹൈറാർക്കി എന്താണെന്ന് നോക്കാം. ഈ ഫസ്റ്റ് ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ലിനേൻ ആണ്, കാർലസ് ലിനേയസ്. എന്നാണ് 18th സെഞ്ച്വറിയിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടേ, 10th എഡിഷൻ ഓഫ്, ആ പേര് ഒരിക്കലും നിങ്ങൾ മറക്കരുത്, സിസ്റ്റമ നാച്ചുറേ. കാർലസ് ലിനേയസിൻ്റെ ടെക്സ്റ്റ് ആണ് സിസ്റ്റമ നാച്ചുറി. ആരുടെ ടെക്സ്റ്റ് ആണ്? കാർലസ് ലിനേയസിൻ്റെ ടെക്സ്റ്റ് ആണ്. 1958 ആ ഇയർ ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പം ആദ്യം ഏതൊക്കെ ലെവൽസേ ഉണ്ടായിരുന്നുള്ളൂ? 5 ഹൈറാർക്കിയൽ ലെവൽസേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയായിരുന്നു? ക്ലാസ്, ഓർഡർ, ജീനസ്, സ്പീഷ്യസ് ആൻഡ് വെറൈറ്റീസ്. ഇത്രയുമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ 2 സയന്റിസ്റ്റുകൾ ഫാമിലിയും ഫൈലവും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ബുച്ചി 1790യിലാണ് ഫാമിലി എന്ന് പറയുന്ന ഒരു റാങ്കിങ് കൂടെ കൊടുത്തത്. ഹൈക്കൽ 1886 ഫൈലം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ ആഡ് ചെയ്തു. അപ്പം കറണ്ട് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് എത്രയാ ഉള്ളത്? 7 ബേസിക് കാറ്റഗറി. നമ്മുടെ കോഡ് എടുത്ത് നോക്കാം. ദി കേരള പോലീസ് കോൺസ്റ്റബിൾ ഫോറസ്റ്റിനെ പോയി ജനറൽ സയൻസ് പഠിക്കാൻ. ഡൊമൈൻ ഇവിടെ പറയുന്നില്ല. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പം ഇത്രയാണ് 7. 1 2 3 4 5 6 7 കാറ്റഗറീസ് ആണ് നമ്മുടെ ഹൈറാർക്കിയിലുള്ള. അപ്പം ഈ ഹൈറാർക്കിയും അതിൻ്റെ പേരും നമ്മൾ മറക്കത്തില്ലല്ലോ. ഇനി അഡീഷണൽ ലെവൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം എന്താണ്, ഒരു ഫാമിലി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഈ ഫാമിലിയിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. ചില 1-2 ക്യാരക്ടേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതിനെ ഒരു മോളിൽ സൂപ്പർ ഫാമിലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഒരു സബ് ഡിവിഷൻ വരും. അപ്പോൾ എപ്പോഴും ഈ സൂപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ റാങ്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് കേട്ടോ.
അപ്പൊ അതിന് വ്യത്യാസം, അതിൽ നിന്ന് എന്തോ മനസ്സിലാക്കേണ്ട, ഈ സൂപ്പർ ഫാമിലി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ അത് കൺസിഡർ ചെയ്തിട്ട് അതിലും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളതിനെയാണ് ഫാമിലിയിൽ വരുന്നത്. ഓക്കെ. അപ്പൊ നോക്കാം. അഡീഷണൽ ലെവൽസ് വരും എപ്പോഴാ? മോർ ആൻഡ് മോർ ഓർഗാനിസംസിനെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന 7 കാറ്റഗറീസ് കൊണ്ടിരുന്നാൽ പറ്റത്തില്ല, സബ് വേണം. അപ്പം അതിന് നമ്മൾ ഓരോ പ്രിഫിക്സസ് കൊടുക്കും. സൂപ്പർ എന്ന് പറയും, സബ് എന്ന് പറയും, ഇൻഫ്ര എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോണേ. ഇൻഫ്ര എന്ന് പറയുമ്പോഴത്തേക്ക് സബിനും താഴെ വരുന്ന ഒരു ക്ലാസ്സാണ്. മനസ്സിലായോ? അപ്പം സബ് എന്ന് പറയുന്നത്, ഇപ്പൊ സബ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി കഴിഞ്ഞിട്ട് വരും. ഇൻഫ്ര എന്ന് പറയുമ്പോൾ ഇൻഫ്ര ഫാമിലി, ഇൻഫ്ര എന്ന് പറയുമ്പം അതിനും താഴെ വരും. ഇങ്ങനെ നമ്മൾ ഓർഗാനിസംസ് ഇനിയും നമ്മൾ കണ്ടുപിടിച്ച് തീരാത്തതും പുതിയ പുതിയ ഓർഗാനിസംസ് ഇനിയും എവിടെയൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ. അപ്പൊ ഇതിനെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനെല്ലാം സബ്. സൂപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ ഡിഫറൻസ് ഉള്ളത്, അതിൽ നിന്ന് സിമിലാരിറ്റി ഉള്ളത് മെയിൻ ഫാമിലി, അതിൽ നിന്നും പിന്നെ ഒരേ പുണക്കമുള്ളത്തിലൂടെ നമുക്ക് ഒരേപോലെ പിടിച്ചെടുക്കാൻ പറ്റുന്ന സബ് ഫാമിലി. അത് നോക്കിയപ്പോൾ കാണാം അതിലും ചെറിയ ചെറിയ ചില ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്നും ഏറ്റവും സിമിലർ ആയിട്ടുള്ളതിന് ഇൻഫ്രാ ഫാമിലി. അങ്ങനെ പോകും അഡീഷണൽ ലെവൽസ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഹൈറാർക്കിയുടെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തേക്കാണ്. ഫൈലം കോർഡേറ്റ ഉണ്ടോ? ഫൈലം. എന്നിട്ട് അതിൽ സബ് ഫൈലം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും സിമിലർ ആയിട്ടുള്ളതാണ് സബ് ഫൈലം വരുന്നത്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് സബ് ക്ലാസ്, ഇൻഫ്രാ ക്ലാസ്. ഓർഡർ, സൂപ്പർ ഓർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വരും. സൂപ്പർ ഫാമിലി കഴിഞ്ഞിട്ട് കണ്ടോ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. താഴോട്ട് വരുമ്പോൾ കഴിവതും അങ്ങനെ വരാറില്ല, എന്നാലും ചില സ്പീഷീസ് ലെവലിൽ പിന്നെ എന്തോ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താണ് സബ് സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഓക്കെ, അതാണ് ഹൈറാർക്കി. ഇനി നമ്മൾ കമ്പോണൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണേൽ ചോദിക്കാം. അപ്പം കമ്പോണൻസ്, എസെൻഷ്യൽ കമ്പോണൻസ് ഒരു ഹൈറാർക്കിയെ കുറിച്ച് മനസ്സിലാകുമ്പോൾ അതിൻ്റെ ഒരു അതിന് ചില കമ്പോണൻസ് ഉണ്ട്. ചില കമ്പോണൻസ് ചേർന്നിട്ടാണ് ഈ ഹൈറാർക്കി ഫോം ചെയ്തിരിക്കുന്നത്. എന്താ, നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ കൈ, കാല് ഒക്കെ ചേർന്നിട്ടാണ് ബോഡി ഉണ്ടാകുന്നത്. നമുക്ക് ഈ കമ്പോണൻസ് ചേർന്നിട്ടാണ് ഹൈറാർക്കി ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? കാറ്റഗറി, ടാക്സോൺ, റാങ്ക്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാറ്റഗറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗിവൺ റാങ്ക് ഓർ ലെവൽ ഇൻ എ ഹൈറാർക്കിക് ക്ലാസിഫിക്കേഷൻ. നമ്മളുടെ നേരത്തെ അതെടുത്ത് പറയാം. വേൾഡ്, ഇന്ത്യ, കേരള, കൊല്ലം, ലൊക്കാലിറ്റി, അവർ ഹൗസ്. അപ്പോൾ കാറ്റഗറി എന്ന് പറയുന്നത് ഈ വേൾഡ് ഒരു കാറ്റഗറിയാണ്, ഇന്ത്യ ഒരു കാറ്റഗറിയാണ്, കേരളം ഒരു കാറ്റഗറിയാണ്, കൊല്ലം എന്ന് പറയുന്ന ഒരു പേര് ആ ലൊക്കാലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ. അപ്പം ഒരു അബ്സ്ട്രാക്ട് ടേം ആണ്, ലൈഫ് ഇല്ലാത്ത ഒരു ടേം ആണ്, അബ്സ്ട്രാക്ട് ടേം ആണ്. അപ്പം ഇതിനകത്തുള്ള വെച്ചിരിക്കുന്ന ഓർഗാനിസം, ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ആൾക്കാർ, അവിടെയുള്ള അവിടെയുള്ള ആൾക്കാർ, അതാണ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്. അപ്പം ഉദാഹരണത്തിന് കിങ്ഡം എന്ന് പറയുന്നത് കാറ്റഗറി, ആ കിങ്ഡത്തിനകത്ത് വരുന്ന ആൾക്കാർ അതിനകത്ത് കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. മനസ്സിലായോ? അപ്പോൾ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പം എന്താണ് കാറ്റഗറീസ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ. അത് പിടിയിട്ടല്ലോ. ഇനി ടാക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് എ കോമൺ ആൻസിസ്റ്റർ. ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് എ കോമൺ ancestor, placed in a definite category, placed in a definite category of the hierarchical classification. അതാണ് ടാക്സോൺ. അപ്പോൾ ടാക്സോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി ആണല്ലോ. അപ്പോൾ ആ കാറ്റഗറിയിൽ വീട്ടിലെ നിങ്ങളുടെ ആ ആൾക്കാർ, അവരെ നമുക്ക് എന്ത് പറയാം? ടാക്സോൺ എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം
ആ വീട്ടിലുള്ളവർക്ക് ഒരു ആൻസിസ്റ്റർ അല്ലേ ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് കോമൺ ആൻസിസ്റ്റർ പ്ലേസ് ഇൻ എ ഡെഫിനിറ്റ് കാറ്റഗറി ഇൻ ദ ഹയറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ, അതാണ് ടാക്സോൺ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, ആർത്രോപോഡ മമേലിയ. ആർത്രോപോഡ എന്ന് പറയുന്നത് ഒരു ഫൈലമാണ്, മമേലിയ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ് അല്ലേ. അപ്പം അത് ഈ ആർത്രോപോഡ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. അതിനൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഇതിനെ ഏത് കാറ്റഗറിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു? ഫൈലം എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. മമേലിയ എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്, കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഇതിനെ ഇവിടെ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പം അതെന്താണ് ടാക്സോൺ എന്ന് മനസ്സിലായല്ലോ. അപ്പം മെയിൻ ടാസ്ക് ഓഫ് ടാക്സോണമിസ്റ്റ് എന്താണെന്നറിയാമോ? ഒരു ടാക്സയെ കയ്യിൽ കിട്ടിയാൽ, ടാക്സ എന്ന് പറയുമ്പം അറിയാമല്ലോ, ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് എ കോമൺ ആൻസിസ്റ്റർ. ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് കാറ്റഗറി ഏതിൽ കൊണ്ടുവയ്ക്കണം, ജീനസിൽ വെക്കണോ അതോ ഫാമിലി ആണോ, അങ്ങനെ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ ടാസ്ക്. അപ്പം നമ്മുടെ ഒരു ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ ഈ ജീനസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഒന്നിൽ കൂടുതൽ റിലേറ്റഡ് സ്പീഷീസ് ഉണ്ടായിരിക്കത്തില്ലേ? ഇല്ലേ ജീനസിൽ. ഫാമിലി നോക്കുവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേറ്റഡ് ജീനസ് കാണുമായിരിക്കും അല്ലേ. നമുക്ക് ഓർഡർ നോക്കുവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേറ്റഡ് ഫാമിലീസ് കാണും. ക്ലാസ് നോക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേറ്റഡ് ഓർഡേഴ്സ്. ഫൈലം എടുത്ത് നോക്കിയാൽ ഒന്നിൽ കൂടുതൽ റിലേറ്റഡ് ക്ലാസ് ചേർന്നായിരിക്കും. കിങ്ഡം നോക്കുവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേറ്റഡ് ഫൈലംസ് കാണും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ കൺഫൈൻഡ്, അതിൻ്റെ വലിപ്പം ചെറുതാക്കി ആണ് ഫൈനലി നമ്മൾ ഒരേ പോണക്കിരിക്കുന്ന ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ സ്പീഷീസിൽ കൊണ്ടുവയ്ക്കുന്നത്. അതാ പറയുന്നത് റിലേറ്റഡ് ജനറാസ് ചേർന്നതാണ് ഫാമിലി, റിലേറ്റഡ് ഫാമിലീസ് ചേർന്നതാണ് ഓർഡർ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും നമുക്ക് നമ്മുടെ ആ സംഭവം ഒന്ന് എഴുതാം. വേൾഡ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മളും കൊല്ലത്തിൽ നിന്ന് നമ്മളുടെ ലൊക്കാലിറ്റി then our house. അപ്പം നിങ്ങളുടെ കാര്യം എടുക്കുക. നിങ്ങൾക്കൊരു വീടുണ്ടായിരിക്കുമല്ലോ, ആ വീടിൻ്റെ ഒരു ലൊക്കാലിറ്റി ഉണ്ടായിരിക്കുമല്ലോ, ലൊക്കാലിറ്റിക്ക് ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരിക്കും, ഡിസ്ട്രിക്റ്റിനൊരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റിനൊരു കൺട്രി ഉണ്ടായിരിക്കും, കൺട്രിക്ക് ഒരു വേൾഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം വലിയ ഗ്രൂപ്പിൽ നിന്ന് ചെറുതായിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾക്കൊരു അഡ്രസ്സ് കാണത്തില്ലേ? അപ്പം നിങ്ങളുടെ ഏത് വീട്ടിലെയാണ്, ഓക്കെ, ആ വീട് ഏതിൽ വരുന്നതാണ്, മനസ്സിലോ? ആ ഒരു ലേബൽ, അതിനെയാണ് റാങ്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉദാഹരണം എടുത്ത് നോക്കിക്കേ, മമേലിയ, ഏവ്സ്, ഇതെല്ലാം എന്താണ്? ഓരോ ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റാങ്ക് സെയിം ആണ് അല്ലേ. ക്ലാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് മമേലിയയും ഏവ്സും. വേറൊരു ഉദാഹരണം വരികയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്, നിങ്ങൾ സയൻസ് സ്ട്രീമിൽ കെമിസ്ട്രിക്കാരുണ്ട്, സുവോളജിക്കാരുണ്ട്, ബോട്ടണിക്കാരുണ്ട്. അപ്പം നിങ്ങളെല്ലാം സയൻസ് സ്ട്രീം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലാണ് അല്ലേ. സയൻസ് സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ്സിലാണ്, പക്ഷെങ്കിൽ പല സ്ട്രീംസാണ്. പക്ഷേ സയൻസ് സ്ട്രീം എന്ന് പറയുന്ന ആ ഒരു റാങ്കിലാണ് വരുന്നത്, സെയിം റാങ്കിലാണ് വരുന്നത്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം എടുത്ത് നോക്കിയേ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു റാങ്ക്, സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് വേറൊരു റാങ്ക്, തേർഡ് ഇയർ എന്ന് പറയുന്നത് വേറൊരു റാങ്ക്. മനസ്സിലായോ? അപ്പോൾ ഈ റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എവിടെ ഉപയോഗിക്കത്തുള്ളൂ? നമ്മുടെ കയ്യിൽ 2 ടാക്സോൺ ഉണ്ട്. 2 ടാക്സോൺ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ഇത് രണ്ടും ഒരേ റാങ്കിലാണോ വരുന്നത് എന്ന് ആലോചിക്കുമ്പോഴേ ഈ റാങ്ക് എന്ന് പറയുന്ന ഒരു വാക്കിന് ടാക്സോണമി ഹയറാർക്കിയിൽ പ്രസക്തിയുള്ളൂ. മനസ്സിലായോ? കമ്പയറിങ് ചെയ്യുമ്പോൾ ഉണ്ടോ, നമ്മൾ എപ്പോഴാണ് ഇറ്റ് ഈസ് ഓൺലി മീനിങ് ഫുൾ വെൻ വി കമ്പയർ ടു ടാക്സ. ആ അവസരത്തിലാണ് ഈ റാങ്ക് ഒരേ റാങ്കിലാണോ, ഇത് രണ്ടും ഒരേ റാങ്കിലാണോ വരുന്നത് എന്ന് നമ്മൾ നോക്കും. ഒരേ റാങ്ക് എന്ന് വെച്ചാൽ ഒരേ ക്ലാസ്സിലാണോ വരുന്നത്, ഇത് രണ്ടും ഒരേ ഫൈലം എന്ന് പറയുന്ന ആ ഒരു റാങ്കിലാണോ വരുന്നത് നമ്മൾ പറയില്ലേ. അപ്പം ചിലത് നോക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആർത്രോപോഡ മമേലിയ, ഇതിന് രണ്ടിൻ്റെ റാങ്ക് ഒന്നാണോ? അല്ല, ഇത് ഫൈലം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്, ഇതെന്ന് പറയുന്നത് ക്ലാസ് ആണ്.
അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റാങ്ക് ഒന്നാണോ? അല്ല, ഡിഫറെൻറ്റ് റാങ്ക് ആണ്. അപ്പോൾ റാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ. ഇനി ഹൗ ഓർഗാനിസംസ് ആർ അറേഞ്ച്ഡ് ഇൻ ടാക്സോണമി. ഏറ്റവും ലോവർ മോസ്റ്റ് ലെവൽ എന്ന് പറയുന്ന സ്പീഷീസ്, അതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർബ്രീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഇരിക്കുന്നത് സ്പീഷീസിനകത്ത്. ജീനസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെനി സ്പീഷീസ് ഉണ്ടായിരിക്കും, ചില കോമൺ ഫീച്ചേഴ്സ് ഉള്ളത്. എക്സാമ്പിൾ ജീനസ് എക്യൂസ്, അതിനകത്ത് ഡിഫറെൻറ്റ് സ്പീഷീസ് വരുന്നുണ്ട് കേട്ടോ, അതാ പറഞ്ഞത്. കാരണം നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് എഴുതുമ്പം ഹോമോ എന്ന് പറയുന്ന ജീനസ് ആണ്, അപ്പം സാപ്പിയൻസ് അത് മാറാം. ആ ജീനസ് എന്ന് പറയുന്നതിനകത്ത് ഒന്നിൽ കൂടുതൽ സ്പീഷീസ് വരും. ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, റിലേറ്റഡ് ജനറ ചേർന്നിട്ട് ഫാമിലി. ഓർഡർ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ഫാമിലി ചേർന്നിട്ട് ഓർഡർ. ക്ലാസ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ഓർഡർ ചേർന്നിട്ട് ക്ലാസ്. അങ്ങനെ കിങ്ഡം എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ഫൈലം ചേർന്നിട്ട് കിങ്ഡം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചറിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, താങ്ക് യു. I'm an icon, man. And my girl about a 10. I should fuck her in a Benz.